നമസ്കാരം. രാജ്യത്തെ 4 പ്രധാന സംസ്ഥാനങ്ങളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നേരത്തെ നടന്നേക്കുമെന്ന് സൂചന. ഉത്തർപ്രദേശ്, പഞ്ചാബ്, ഉത്തരാഖണ്ഡ്, ഗോവ എന്നീ സംസ്ഥാനങ്ങളിലാണ് അടുത്ത വർഷം പകുതിയോടെ നടക്കേണ്ടിയിരുന്ന തെരഞ്ഞെടുപ്പ് ആഴ്ചകൾക്ക് മുൻപേ നടത്താൻ BJP കേന്ദ്ര നേതൃത്വം ആലോചിക്കുന്നത്. 2027 ഫെബ്രുവരിയിൽ രാജ്യവ്യാപകമായി ആരംഭിക്കുന്ന ജനസംഖ്യാ കണക്കെടുപ്പിന്റെ രണ്ടാം ഘട്ട നടപടികൾ കാരണം ഉണ്ടാകുന്ന പ്രായോഗിക ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാനാണ് ഈ നീക്കം. തിരഞ്ഞെടുപ്പ് തീയതികളും സെൻസസ് നടപടികളും ഒരേ സമയം വരുന്നത് ഒഴിവാക്കുകയാണ് ലക്ഷ്യമിടുന്നത്. തെരഞ്ഞെടുപ്പ് നേരത്തെയാക്കുകയാണെങ്കിൽ അതിനെ നേരിടാൻ അടിയന്തരമായ ഒരുക്കങ്ങൾ ശക്തമാക്കാൻ പഞ്ചാബ്, ഉത്തർപ്രദേശ്, ഉത്തരാഖണ്ഡ്, ഗോവ എന്നീ സംസ്ഥാന ഘടകങ്ങൾക്ക് BJP നേതൃത്വം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അടുത്ത വർഷം ആദ്യം തന്നെ തിരഞ്ഞെടുപ്പ് നടക്കേണ്ട 5ാമത്തെ സംസ്ഥാനമായ മണിപ്പൂരിൽ ഇപ്പോൾ നിലനിൽക്കുന്ന സംഘർഷാവസ്ഥ കണക്കിലെടുത്ത് അവിടുത്തെ സ്ഥിതിഗതികൾ വളരെ സൂക്ഷ്മമായി നിരീക്ഷിക്കാൻ BJP നേതൃത്വം ആവശ്യപ്പെട്ടിട്ടുണ്ട്. രാഷ്ട്രീയമായി നോക്കിയാൽ അടുത്തിടെ നടന്ന പശ്ചിമ ബംഗാൾ തിരഞ്ഞെടുപ്പിൽ നിന്നുണ്ടായ അനുകൂല തരംഗം രാജ്യമൊട്ടാകെ നിലനിൽക്കുമ്പോൾ തന്നെ തെരഞ്ഞെടുപ്പിനെ നേരിടാനാണ് ഞങ്ങൾ താല്പര്യപ്പെടുന്നത്. ഈ അനുകൂല സാഹചര്യം വോട്ടാക്കി മാറ്റാൻ സംസ്ഥാന ഘടകങ്ങൾ കഠിനമായി അധ്വാനിക്കണമെന്ന് ഒരു മുതിർന്ന BJP നേതാവ് ദി ഇന്ത്യൻ എക്സ്പ്രസിനോട് വ്യക്തമാക്കി. പശ്ചിമ ബംഗാളിലെ പാർട്ടിയുടെ വൻ വിജയത്തിന് കാരണം ഹൈന്ദവ വോട്ടുകളുടെ ഏകീകരണമാണെന്നാണ് BJPയിലെ വലിയൊരു വിഭാഗം വിശ്വസിക്കുന്നത്. ഇതേ ഘടകം ഉത്തർപ്രദേശിലും ഉത്തരാഖണ്ഡിലും പാർട്ടിയുടെ വിജയസാധ്യതകളെ വലിയ രീതിയിൽ സഹായിക്കുമെന്നും അവർ കരുതുന്നു. തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന എല്ലാ സംസ്ഥാനങ്ങളിലെയും കോർ ഗ്രൂപ്പുകളോട് തിരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ എത്രയും വേഗം പൂർത്തിയാക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ജനസംഖ്യാ കണക്കെടുപ്പിനും തിരഞ്ഞെടുപ്പ് നടത്താനും ഒരേ സർക്കാർ ഉദ്യോഗസ്ഥരെ തന്നെയാണ് മേൽനോട്ട ചുമതലകൾക്കായി നിയോഗിക്കേണ്ടി വരിക. ഇത് ജീവനക്കാരുടെ കുറവ് ഉൾപ്പെടെയുള്ള വലിയ പ്രായോഗിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും. ഇത് ഒഴിവാക്കാനാണ് ഉത്തർപ്രദേശ്, ഗോവ, പഞ്ചാബ് എന്നിവിടങ്ങളിൽ തെരഞ്ഞെടുപ്പ് ഏതാനും ആഴ്ചകൾ മുന്നോട്ട് മാറ്റിവെക്കുമെന്നും BJP വൃത്തങ്ങൾ സൂചന നൽകുന്നത്. ഉത്തരാഖണ്ഡ് BJP ഘടകം തെരഞ്ഞെടുപ്പ് നേരത്തെയാക്കുന്നതിനെ അനുകൂലിക്കുന്നുണ്ട്. രാജ്യത്തുടനീളം ജാതി സെൻസസ് ഉൾപ്പെടുത്തുന്നതിനായി ജനങ്ങളുടെ സാമൂഹ്യ സാമ്പത്തിക വിവരങ്ങളും വിദ്യാഭ്യാസ യോഗ്യതയും ജനന നിരക്കും ശേഖരിക്കുന്ന സെൻസസിന്റെ രണ്ടാം ഘട്ടം ഫെബ്രുവരിയിലാണ് ആരംഭിക്കുക. ഉത്തർപ്രദേശ് ഒഴികെയുള്ള മറ്റ് സംസ്ഥാനങ്ങളിൽ BJPയുടെ പ്രധാന എതിരാളിയായ കോൺഗ്രസിന് ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ വലിയ ഊർജ്ജം നൽകിയിട്ടുണ്ടെന്നാണ് BJP വൃത്തങ്ങൾ വിലയിരുത്തുന്നത്. കേരളം, തമിഴ്നാട്, കർണാടക എന്നീ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ രാഷ്ട്രീയ സംഭവ വികാസങ്ങൾ കോൺഗ്രസിന് വലിയ കരുത്തായിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ തിരഞ്ഞെടുപ്പ് നിശ്ചയിച്ചതിലും നേരത്തെയാകുകയാണെങ്കിൽ പ്രതിപക്ഷമായ കോൺഗ്രസിന് ഒരുങ്ങാൻ കൂടുതൽ സമയം കിട്ടില്ലെന്നും അത് BJPക്ക് തിരഞ്ഞെടുപ്പിൽ വലിയ ഗുണം ചെയ്യുമെന്നും അവർ കണക്കൂട്ടുന്നു. ദക്ഷിണേന്ത്യയിലെ വിജയങ്ങൾ കോൺഗ്രസിന്റെ ആത്മവിശ്വാസം ഉയർത്തിയിട്ടുണ്ട്. മറ്റ് കക്ഷികളുമായി സഖ്യങ്ങൾ ഉണ്ടാക്കാനും തെരഞ്ഞെടുപ്പിൽ ശക്തമായി മത്സരിക്കാനും അവർ ഇപ്പോൾ നല്ല നിലയിലാണ്. അതുകൊണ്ട് തന്നെ വരാൻ പോകുന്ന ഒരു വെല്ലുവിളിയെയും കുറച്ചു കാണാൻ BJP നേതൃത്വം ആഗ്രഹിക്കുന്നില്ല എന്നും മുതിർന്ന നേതാവ് കൂട്ടിച്ചേർത്തു. കേരളത്തിൽ കോൺഗ്രസ് നയിക്കുന്ന UDF മുന്നണി ഉജ്ജ്വല വിജയമാണ് നേടിയത്. തമിഴ്നാട്ടിലാകട്ടെ സിനിമാ താരം വിജയ് നയിക്കുന്ന തമിഴക വെട്രിക്കഴകം എന്ന പാർട്ടിയുമായി കൈകോർത്ത് കോൺഗ്രസ് സഖ്യ സർക്കാർ രൂപീകരിച്ചു. കർണാടകയിലാകട്ടെ ഭരണം സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിന്റെ ഭാഗമായി സിദ്ധരാമയ്യയ്ക്ക് പകരം DK ശിവകുമാറിനെ മുഖ്യമന്ത്രിയാക്കിക്കൊണ്ട് തർക്കങ്ങളില്ലാത്ത ഒരു ഭരണമാറ്റം ഉറപ്പാക്കാനും കോൺഗ്രസിന് കഴിഞ്ഞു. പഞ്ചാബിലെ തിരഞ്ഞെടുപ്പ് ഈ വർഷം നവംബറോടെ തന്നെ നടന്നേക്കുമെന്ന് കഴിഞ്ഞയാഴ്ച അവിടെ നടന്ന ഒരു പാർട്ടി പരിപാടിയിൽ ആം ആദ്മി പാർട്ടി ദേശീയ കൺവീനർ അരവിന്ദ് കെജ്രിവാൾ സൂചിപ്പിച്ചിരുന്നു. എന്നാൽ സാധാരണഗതിയിൽ തിരഞ്ഞെടുപ്പുകൾ നിശ്ചിത സമയത്തിന് മുൻപ് നടത്തുന്നതിനോട് BJP കേന്ദ്ര നേതൃത്വത്തിന് പൊതുവെ താല്പര്യമില്ല. കാരണം മുൻപ് 2004 വാജ്പേയി സർക്കാരിന്റെ കാലത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് നേരത്തെ നടത്തി BJPക്ക് വലിയ തിരിച്ചടി നേരിട്ടിരുന്നു. ഈ പശ്ചാത്തലം മുൻനിർത്തി കഴിഞ്ഞയാഴ്ച പഞ്ചാബ് ഘടകത്തിന്റെ കോർ ഗ്രൂപ്പുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ നിലവിലെ തിരഞ്ഞെടുപ്പ് തീയതികളിൽ വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടാകില്ലെന്ന് ഒരു മുതിർന്ന കേന്ദ്ര നേതാവ് വ്യക്തമാക്കിയതായി പാർട്ടിക്കുള്ളിലെ വൃത്തങ്ങൾ പറയുന്നു. എങ്കിലും രാജ്യത്തെ വലിയൊരു രാഷ്ട്രീയ ചിത്രം മനസ്സിൽ കണ്ടുകൊണ്ട് ഏതാനും ആഴ്ചകളുടെ മാറ്റം തിരഞ്ഞെടുപ്പ് തീയതികളിൽ ഉണ്ടായേക്കാം. വിജയം മാത്രം ലക്ഷ്യമിട്ട് ഒരുക്കങ്ങൾ വേഗത്തിലാക്കാൻ കേന്ദ്ര നേതൃത്വം പാർട്ടിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഏത് സമയത്ത് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാലും നേരിടാൻ സജ്ജരായിരിക്കാനാണ് തങ്ങൾക്ക് ലഭിച്ച നിർദ്ദേശമെന്ന് ഒരു പഞ്ചാബ് BJP നേതാവ് വ്യക്തമാക്കി.